ഞാൻ 2024 ഏപ്രിൽ മാസത്തിലും 2024 ഓണാവധിക്കും ഡൽഹിയിൽ പോയിരുന്നു. ആദ്യത്തേത് ഫ്ലൈറ്റിനാണ് പോയത്. ഏപ്രിൽ 2-ാം തീയതി രാവിലെ 9:05 കൊച്ചി എയർപോർട്ടിൽ നിന്ന് കയറുകയും 12:20 ഉച്ചയ്ക്ക് 12:20, അതായത് 3 മണിക്കൂറും 15 മിനിറ്റും എടുത്ത് ഡൽഹിയിൽ ടെർമിനൽ 3 എത്തിച്ചേർന്നു. 9,824 രൂപയാണ് അതിന് ചിലവ് വന്നത്. തിരിച്ച് 5-ാം തീയതി ഏപ്രിൽ പുലർച്ചെ 4:45 ഇന്ദിരാഗാന്ധി ടെർമിനൽ 3 കയറി കൊച്ചിയിൽ 7:55 8 മണിയോടുകൂടി എത്തിച്ചേർന്നു. 9,174 രൂപ. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഫ്ലൈറ്റ് ചാർജ് 18,998 എന്ന് വെച്ചാൽ 19,000 രൂപ. പക്ഷെ ഇത്രയൊന്നും റേറ്റ് വരില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരു 2-3 ദിവസം മുന്നേ ബുക്ക് ചെയ്യാം. തൊട്ടടുത്ത ദിവസങ്ങളിൽ എടുക്കുമ്പോൾ ചാർജ് കൂടുതൽ. ഈ ഓണാവധിക്ക് ഞാൻ പോയത് ട്രെയിനാണ് പോയത്. അത് അങ്ങോട്ട് പോയത് മംഗള ലക്ഷദ്വീപ്. ഞായറാഴ്ച ഉച്ചയ്ക്ക് 1:47 ആലുവയിൽ നിന്ന് കയറിയിട്ട് 1:35 നിസാമുദ്ദീൻ എത്തിച്ചേരുന്ന ട്രെയിനായിരുന്നു. 47 മണിക്കൂറും 48 മിനിറ്റുമാണ് ട്രെയിൻ എടുത്തത്. പക്ഷേ ഞാൻ നിസാമുദ്ദീനല്ല ഇറങ്ങിയതിന് തൊട്ട് മുന്നത്തെ ആഗ്ര സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് പിന്നെ ബസ്സിന് ഡൽഹിക്ക് പോവാണ് ചെയ്തത്. ആഗ്ര താജ്മഹൽ കണ്ടിട്ട് അതിന് ചാർജായത് 985 ടിക്കറ്റ് ഫെയർ. ഓൺലൈൻ കൺവീനിയൻസ് ഫീയും GST ഒക്കെ ആയിട്ട് 996, ഒരു റൗണ്ട് 1000. തിരിച്ച് ഞാൻ സൺഡേ 8:10, അതായത് ഒരു ആഫ്റ്റർ 5 ഡേയ്സാണ് ഞാൻ അവിടെ നിന്നത്. സൺഡേ 8:10 രാത്രി 8:10 കയറിയിട്ട് ട്യൂസ്ഡേ 4:28 എത്തിച്ചേരുന്ന രീതിയിൽ ആലുവയിൽ. അതിന് ചാർജ് വന്നത് 930 രൂപയാണ്. അതിന് കൺവീനിയൻസ് ചാർജും എല്ലാം ചേർന്ന് ഓൺലൈൻ ടിക്കറ്റിൻ്റെ ഫീസ് 941 രൂപയായി. അപ്പോൾ അതും ഒരു 60 രൂപയുടെ കുറവുള്ളൂ 1000-ന്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ട്രെയിൻ ചാർജ് എന്ന് പറഞ്ഞ് 2000. ഫ്ലൈറ്റിന് 19,000 ആയി, ട്രെയിന് 2000. അപ്പോൾ അത്രയാണ് നമുക്ക് ട്രെയിൻ ചാർജ് വന്നത്. പിന്നെ അവിടെ ചെന്നിട്ട് ഒരു മെട്രോ കാർഡ് എടുത്ത് 200 രൂപയുടെ മെട്രോ കാർഡ്, അത് വെച്ചിട്ടാണ് ഭൂരിഭാഗം യാത്രകൾ ചെയ്തത്. പിന്നെ ചിലതൊക്കെ ഓട്ടോറിക്ഷ, ടുക്ക്, പിന്നെ അങ്ങനെ റിക്ഷ, സൈക്കിൾ റിക്ഷ അങ്ങനത്തേലൊക്കെ കയറി. അതെല്ലാം കൂടിയിട്ടൊരു എത്രയാണ് ഒരു 200 രൂപയ്ക്ക് ആയിട്ടുണ്ടാവുള്ളൂ. പിന്നെ 5 ദിവസം കഴിച്ച ഫുഡ് ഒരു നിയർലി 500. പിന്നെ ബസ്സിന് 350 താജ്മഹലിൻ്റെ അവിടെ നിന്ന് ആഗ്രയിൽ നിന്ന് ഡൽഹി വരെ 350 രൂപ ഉള്ളൂ. പക്ഷേ ഞാനൊരു ഗൈഡിൻ്റെ സഹായമൊക്കെ വാങ്ങിയപ്പോഴേക്കും ഒരു 500 രൂപ എത്തി. പിന്നെ ഞാൻ താമസിച്ച റൂം, ഞാൻ 5 ഡേയ്സാണ് താമസിച്ചത്. പെർ ഡേ 1,500 വെച്ച് 5 ദിവസത്തേക്ക് 7,500, 7,500 രൂപ. പിന്നെ ഒരു പാക്കേജ് എടുത്തു, ഡൽഹി സൈറ്റ് സീയിങ്. അത് 250 രൂപ മുതലുള്ളതുണ്ട്. ഞാനെടുത്തത് 600-ൻ്റെ ആയിരുന്നു. അപ്പോൾ അതങ്ങനെ 600 രൂപ. പിന്നെ ഞാൻ ഗൈഡിൻ്റെ സഹായം താജ്മഹലിൽ ഹെൽപ്പ് വാങ്ങിയായിരുന്നു. അതിന് 350 ആയി. എല്ലാം ചേർത്ത് എനിക്ക് മൊത്തത്തിൽ ചിലവ് വന്നത് 11,350 രൂപയാണ്. ഞാൻ ട്രെയിന് പോയിട്ട് എൻ്റെ ഡൽഹി ചാർജ് ചെയ്ത്. സത്യത്തിൽ എൻ്റെ ഗൂഗിൾ പേ അക്കൗണ്ടിൽ 1000 രൂപ മാത്രം ഇട്ടിട്ടാണ് ഉള്ളത് വെച്ചിട്ടാണ് ഞാൻ പോയത്. ബാക്കിയെല്ലാം ക്രെഡിറ്റ് കാർഡ് വെച്ച് ചെയ്തത്. കാരണം എനിക്കൊന്ന് എങ്ങനെയാണ് അതിൻ്റെ കണക്ക് പറയണതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഭയങ്കരമായിട്ട് ചിലവാക്കും. മറ്റ് അക്കൗണ്ടാണ് ഞാൻ ആക്ച്വലി ഗൂഗിൾ പേ അക്കൗണ്ടിൽ 1000 മാത്രം ഇട്ടിട്ടാണ് ഞാൻ. മറ്റ് കാർഡുകളൊന്നും എടുത്തില്ല, ക്രെഡിറ്റ് കാർഡ് മാത്രം വെച്ചിട്ട് പോയി. ഒരു ചലഞ്ചായിട്ട്. അങ്ങനെ പിറ്റേ മാസത്തെ ശമ്പളത്തിൽ നിന്നാണ് അത് അടച്ചത്. 11,350 രൂപ എനിക്ക് ചിലവ് വന്നത്. അതിൽ 2,000 രൂപ ട്രെയിൻ ടിക്കറ്റ്. 2,000 ഒഴിച്ച ബാക്കി ചിലവ് വന്നു 9,350. പിന്നെ ഞാൻ വേറെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയതിന് അതൊക്കെ ഓരോരുത്തരുടെ ഇതനുസരിച്ചിരിക്കും. എന്നാലും പക്ഷേ ഈ 1,500 രൂപയെക്കാളും കുറഞ്ഞ 1,200 രൂപയുടെയൊക്കെ നല്ല നല്ല ഹോട്ടലുകളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അത് കുറച്ചുകൂടി പൈസ കുറയ്ക്കാവുന്നുള്ളൂ. അപ്പോൾ ഇത്രയാണ് എനിക്ക് ചിലവ് വന്നത്.
പ്ലെയിനിൽ പോയപ്പോൾ 90,000 പ്ലെയിൻ ടിക്കറ്റ് മാത്രമായിട്ട് വന്നു. ബാക്കി ചിലവ് വേറെയൊക്കെ വന്നിട്ടുണ്ട്. അന്നും മെട്രോ കാർഡൊക്കെ എടുത്തായിരുന്നു. പിന്നെ ഓട്ടോറിക്ഷയ്ക്കൊക്കെ അത് പിന്നെ ഷെയർഡ് ഓട്ടോയ്ക്ക് വേണ്ട 5 രൂപയൊക്കെയാണ്. 5 അല്ല 10 രൂപ. ഒരു വലിയ ദൂരമൊക്കെ തന്നെ 10 രൂപ കൊടുത്താൽ മതിയായിരുന്നു. ഇത് ട്രെയിൻ പോയപ്പോൾ 1,000 ടു ആൻഡ് ഫ്രം ഇത്. പിന്നെ റൂം റെൻറ്റ്, ഫുഡിനൊക്കെ കുറച്ച് പൈസ മതി. 30 രൂപയ്ക്കൊക്കെ ഫ്രൂട്ട്സ് കട്ട് ഫ്രൂട്ട്സ് കിട്ടും. എല്ലാ ഫ്രൂട്ട്സുകളുള്ളത്. പിന്നെ ഫുഡുകൾക്കൊന്നും 90 രൂപയ്ക്കൊക്കെ നല്ല എന്താ പറയുക, മുഗൾ ബിരിയാണി, അങ്ങനെ നല്ല നല്ല ഫുഡുകളൊക്കെ അവിടെ ലഭിക്കും. ഇത്രയാണ് അപ്പോൾ എനിക്ക് ചിലവായത്. ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 2,000 ട്രെയിൻ ജേർണി, 7,500 റൂം റെൻറ്റ്, മെട്രോ കാർഡ് 200, ഓട്ടോറിക്ഷ സൈക്കിൾ റിക്ഷ എല്ലാം കൂടി 200, പിന്നെ ആഗ്ര ടു ഡൽഹി 500, പാക്കേജ് ട്രിപ്പ് എടുത്ത് 600, ഫുഡിന് 500, ഗൈഡ് 350, എല്ലാം കൂടി എനിക്ക് 11,350.